എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Pentacles, Knight of Cups, Four of Swords, Six of Wands, Six of Swords, okay, Nine of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഫൈറ്റ്സ്, നിങ്ങളുടെ ലൈഫിലെ ഫൈറ്റ്സ് എല്ലാം പര്യവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങളധികം ഫൈറ്റ് ചെയ്യേണ്ടുന്ന സമയമല്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളെല്ലാം ആസ്വദിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയാം. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. കോപ്പറേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ, ആളുകളുമായിട്ട് നല്ല രീതിയിൽ സംസാരങ്ങൾ, നല്ല സംഭാഷണങ്ങൾ, നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, മറ്റുള്ളവരുടെ ഐഡിയാസ് കേൾക്കുക. അതായത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. അതായത് നന്നായിട്ട് പഠിക്കുകയും ഒരേ സമയം ചെയ്യുക. ഇതൊരു ഈഗോയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് അറിയാത്തത് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീം വർക്ക് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ ജോലിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഒരു അതിരുമില്ലാത്തൊരു സമയമാണ്. ദർ ഇസ് നോ ലിമിറ്റ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുന്നു. കാരണം ക്രിയേഷനാണ്. കൂടെ നിൽക്കുന്നവരുമായിട്ട് ചേർന്നിട്ട് നല്ല കാര്യം ജീവിതത്തിൽ നടത്തിയെടുക്കാൻ നിങ്ങളുടെ ശ്രമം, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചുറ്റുപാടുമുള്ള ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ടീം വർക്കാണ്, കമ്മ്യൂണിറ്റി, മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ഏത് തരത്തിലായാലും, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളോട് കൂടെയുള്ള വർക്ക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ അവർക്ക് യുണീക്കായിട്ടുള്ള എന്തെങ്കിലും കഴിവുണ്ട്. ആ കഴിവ് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ, നിങ്ങൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ നിങ്ങൾക്കായിട്ട് വാതിൽ തുറന്നു തരാണ്. അതായത് അവരുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നു എന്ന് പറയാം. അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ദി ഡോർസ് ഓഫ് പോസിബിലിറ്റി. നിങ്ങളുടെ ലൈഫിലേക്കുള്ള അവസരങ്ങളുടെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക. അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന പലതും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മാസമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം എന്ന് പറയാം. ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി പ്രണയ സാക്ഷാത്കാരത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. ഒരു ക്ലാസിക് റൊമാൻസ് ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്ന് പറയാം. നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഫീലിങ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ, അത് നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, മനസ്സെപ്പോഴും ചാഞ്ചാടി നിൽക്കുന്നതാണ്. അപ്പോൾ അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ആർ യു റെഡി, നിങ്ങളുടെ ലൈഫിൽ റെഡിയാണോ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയും നിങ്ങൾക്ക് ധൈര്യം, നിങ്ങളൊരു ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് ഒഴുക്കിനൊത്ത് നീന്താൻ, എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ ഒരു ട്രൂ ലവിൽ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ട്രൂ ലവ്. അതായത് അൺകണ്ടീഷണൽ ലവ് ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്ന് ചിന്തിച്ച ഒരാൾ അതിലേക്ക് പോകുന്നു. നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ തക്ക സുഹൃത്തുക്കളും അല്ലെങ്കിൽ പ്രണയവും ഒക്കെ നിങ്ങൾക്ക് ചുറ്റും വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റിലും എല്ലാം നല്ലത് നടക്കുമ്പോൾ നമ്മളെല്ലാം നല്ലതിനാണ് എന്നുള്ളത്, നടക്കാൻ പോകുന്നതൊക്കെ നല്ലതിനെന്നുള്ളത് സ്വയം വിശ്വസിച്ച് പോകുന്നു. ഫാമിലിയിലായാലും അങ്ങനെ എല്ലാവരും തമ്മിലുള്ള അടുപ്പം
ഇഴചേർന്ന് നല്ലൊരു ഒരു അടുപ്പമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫാമിലി അറ്റ്മോസ്ഫിയർ പൊതുവേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ഓഫ് സോർട്സ് എനർജി, ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ നെസ്റ്റ്, നിങ്ങളുടെ കൂട്, നിങ്ങളുടെ കൂടാരം, അത് നിങ്ങളുടെ കൊച്ച് കിളിക്കൂട് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് പൊതുവേ നിങ്ങൾക്ക് ഫാമിലിയിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ലഭിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഹോം സിക്നെസ് ആവും. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകൾ ഹോം സിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഹീലിംഗ് ആയിരിക്കാം ചില ആളുകൾക്കിത്. സെൽഫ് കെയർ എടുക്കുന്നുണ്ട്, സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്നൊരു സമയം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും ഒക്കെ നന്നായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു റീജനറേഷൻ. ചില ആളുകൾ എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിക്കവറി ഫേസാണിത്. ചില ആളുകൾ ഭയങ്കര ബേൺഡ് ഔട്ടാണ് ലൈഫിൽ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല, മുന്നോട്ടേക്ക് ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് കടമ്പകൾ നിങ്ങൾ കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അമിതമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്, നിങ്ങളിനി റെസ്റ്റ് എടുക്കാൻ തുടങ്ങുന്നുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ലൈഫിൽ നിങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ലൈഫിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഒരു മാസമാണ്. പല കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ കുടുംബത്തിൽ, ജോലിയിൽ, സാമ്പത്തിക കാര്യത്തിൽ, ചില ആളുകൾ പുതിയ വീട്, ഇതൊരു എനർജി ഓഫ് ഒരു ഹൗസാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു കൂര അല്ലെങ്കിൽ ഒരു കിളിക്കൂട് നിങ്ങളുടേതായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം. അതിൻ്റെ തുടക്കം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നതാവാം. അതേപോലെ 6 ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങൾക്ക് സ്വയം ഇല്ലാതിരുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് എത്തുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. ഇപ്പോൾ കലാപരിപാടികളായാലും സ്പോർട്സ് പോലുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും താല്പര്യമുണ്ട്. അപ്പോൾ എൻട്രൻസ് പോലുള്ള എക്സാംസ് അതായത് നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. അതേപോലെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ലൈഫിൽ സ്റ്റേജ് ഫിയർ ഒക്കെ മാറി നിങ്ങൾ ലൈഫിൽ വളരെ ഒരു പോസിറ്റീവായിട്ട് നിന്ന് ചില ആളുകൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അതുപോലുള്ള ഫീൽഡിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പാരൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നു. മെയിനായിട്ട് ഈ ഒരു മാസത്തിൻ്റെ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൻ്റെ തീം എന്ന് പറയുന്നത് സക്സസ് ആണ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. 6 ഓഫ് സോർട്സ് എനർജിയാണ്. വിദേശത്തേക്കുള്ളൊരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഓൾറെഡി വിദേശത്തുള്ളവരാണെങ്കിലും ഇനി മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പോകുന്ന ഒരു സിറ്റുവേഷനും ആവാം. ലൈഫ് മുന്നോട്ടേക്കാണ്, ഫോർവേഡ് മൂവിങ് ആണ്. നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനും കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ റെഡിയാണ്. പക്ഷെ പല കാരണങ്ങളുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും മുന്നോട്ടേക്ക് പോകാതെ നമ്മുടെ എവിടെയോ നങ്കൂരമിട്ട് കിടക്കുകയാണ് നമ്മുടെ പാസ്റ്റിൽ. പക്ഷെ പാസ്റ്റാണ്, കഴിഞ്ഞ ഭൂതകാലം അവിടെയാണ്, അതവിടെ ഇട്ടിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു സമയം ഓൾഡ് ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു, ഇനി ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. 9 ഓഫ് വോൺസ് എനർജി, നിങ്ങളുടെ ഫൈറ്റ്സ് എല്ലാം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഇനി അല്ലലുകളും അലച്ചിലുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, യുദ്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ എല്ലാ ലിമിറ്റേഷൻസും നിങ്ങൾക്ക് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ലിമിറ്റേഷൻസ് ഒന്നും നിങ്ങൾക്ക് ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇനി അഥവാ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി നിർത്തിയിട്ട് വിട്ടുകളയുക, റിലാക്സ് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത്. ചെറിയ മൈനറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വലിയൊരു ഫെയിലിയറായിട്ട് കാണാതിരിക്കുക. അത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഡോണ്ട് ഗീവ് അപ്പ്. യു ആർ ഓൾമോസ്റ്റ് ദെയർ, അതായത് നിങ്ങൾ എൻഡിങ് ഫേസിലാണ്. അപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്തത് നേടുന്ന സമയത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം.
എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാനാകും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.